വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതിയെ മലിനമാക്കുന്നതിനും ജനങ്ങളെ കുടിയിറക്കുന്നതിനും വിഭവങ്ങൾ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നതിനുമെതിരെ ഒരുപാട് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നുവരികയുണ്ടായി. ദളിതരുടെയും മറ്റ് ദരിദ്രരുടെയും സാമൂഹികവും ഭൗതികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഇവർ പ്രക്ഷോഭത്തിനിറങ്ങി. വികസനമെന്ന് പറയപ്പെട്ടിരുന്ന പല പ്രവർത്തനങ്ങളും വിപരീത ഫലങ്ങളായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. ഈ വിപരീത ഫലങ്ങളാണ് ബഹുജന പ്രക്ഷോഭത്തിന് ഇടയാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രശ്നങ്ങളിലെല്ലാം അന്തർലീനമായ പ്രധാന കാര്യമെന്ന് പറയുന്നത് വൻകിട വ്യവസായ പദ്ധതികൾ അനേകായിരങ്ങളെ കുടിയിറക്കുകയും പ്രകൃതിക്ക് നാശം വരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. ഇത്തരം അപകടങ്ങൾക്കെതിരെ പോരാടുന്നതിന് രൂപീകരിച്ച ഒരു പരിസ്ഥിതി സംരക്ഷണ പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. അപ്പൊ ഇന്ന് നമ്മള് ഈ നർമ്മദ ബച്ചാവോ ആന്തോളനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് ജനകീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ഇപ്പോൾ പറയുണ്ടായി. അതിലെല്ലാം വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ. വലിയ വികസന പദ്ധതികൾ മനുഷ്യന്റെ മേലും അതേപോലെ തന്നെ പ്രകൃതിയുടെ മേലും ഉണ്ടാക്കിയിരുന്ന എതിരെയുള്ളൊരു പാരിസ്ഥിതിക പ്രസ്ഥാനമായിരുന്നു ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നുള്ളത്. ശരിക്കും നർമ്മദ എന്നുള്ള ആ നദിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഇത്. ഇതില് പ്രധാനമായിട്ടും എതിർത്തിരുന്നത് നർമ്മദ നദിയിലും അതിന്റെ പോഷക നദികളിലൂടെയും നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ഡാമുകളെയാണ് ഇതിൽ കൂടുതലായിട്ടും എതിർത്തിരുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള അന്ന് നടന്നുകൊണ്ടിരുന്നിരുന്ന വികസന പദ്ധതികളെ എല്ലാം തന്നെ ചോദ്യം ചെയ്യാനും ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ വരികയുണ്ടായി. ഇതിലെ പ്രധാന നേതാവായി ഉണ്ടായിരുന്നത് മേധാ പട്കർ ആയിരുന്നു. പ്രധാന നേതാവ് മേധാ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളനെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം നമ്മൾ സർദാർ സരോവർ പദ്ധതിയെ കുറിച്ച് അറിയണം. 1980കളുടെ ആരംഭത്തിലെ മധ്യേഷ്യയിലെ നർമ്മദ നദീതടത്തിൽ ഒരു വമ്പിച്ച വികസന പദ്ധതിക്ക് തുടക്കമിടുകയുണ്ടായി. അതിൽ 30 വൻകിട അണക്കെട്ടുകൾ, 30 ബിഗ് ഡാംസ് ഉണ്ടായിരുന്നു, 135 ഇടത്തരം അണക്കെട്ടുകൾ, 135 മീഡിയം ഡാംസ് ഉണ്ടായിരുന്നു, 3000ഓളം സ്മോൾ ഡാംസ് ചെറുകിട അണക്കെട്ടുകളും അടങ്ങിയതായിരുന്നു ഈ സർദാർ സരോവർ പദ്ധതി. നർമ്മദ നദിയിലും അതിന്റെ പോഷക നദികളിലുമായിട്ടാണ് ഇവ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. നർമ്മദ നദിയിലും അതിന്റെ പോഷക നദികളിലും. ഈ നദികളെല്ലാം തന്നെ മധ്യേഷ്യയിലെ 3 സംസ്ഥാനങ്ങളിലൂടെ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദ നദിയും അതിന്റെ പോഷക നദികളും ഒഴുകിയിരുന്നത്. അപ്പോൾ ഈ വൻകിട ജലവികസന പദ്ധതികൾ വരുത്തുന്ന ആപത്തിൽ നിന്നും ഈ നർമ്മദ നദിയെ രക്ഷിക്കാനായിട്ട് ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഈ അണക്കെട്ടുകളുടെ നിർമ്മാണത്തെ എതിർത്തതിനു പുറമെ ഇന്ത്യയിലെ കേന്ദ്രീകൃത വികസന പ്രക്രിയയെയും വരേണ്യവൽകൃത വികസന മാതൃകകളെ കൂടി ഈ നർമ്മദ ബച്ചാവോ ആന്തോളൻ എതിർക്കുകയുണ്ടായി, ചോദ്യം ചെയ്യുകയുണ്ടായി. ഈ സർദാർ സരോവർ പദ്ധതി വിവിധ ഉദ്ദേശങ്ങളുള്ള ഒരു വൻകിട അണക്കെട്ടായിരുന്നു. ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്നവർ പറഞ്ഞിരുന്നത് ഗുജറാത്തിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും ഏക്കർ കണക്കിന് ഭൂമിയിലെ ജലസേചനം നടത്താനായി ഇത് സഹായിക്കുമെന്നുള്ളതായിരുന്നു. അതിനു പുറമെ വരണ്ട മേഖലയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാനും വൻതോതിലുള്ള വൈദ്യുത ഉൽപാദനം നടത്തുന്നതിനും ഇത് സഹായകമാകുമെന്നും അവർ പറയുകയുണ്ടായി. കൂടാതെ വെള്ളപ്പൊക്ക നിയന്ത്രണം, വരൾച്ച നിവാരണം തുടങ്ങിയ മറ്റനേകം മേന്മകൾ കൂടി ഇതുകൊണ്ടുണ്ടാകുമെന്ന് സർക്കാരും അവകാശപ്പെടുകയുണ്ടായി. എന്നാൽ ഈ സർദാർ സരോവർ പദ്ധതിക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടായിരുന്നു. ഈ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് 37,000 ഹെക്ടറോളം
കാടും കൃഷിഭൂമിയും 245ഓളം ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലാകും. 2.5 ലക്ഷത്തോളം ജനങ്ങളെ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കേണ്ടതായി വരും. അതുമാത്രമല്ല ഇവരുടെ ജീവനോപാധികളും അതേപോലെ തന്നെ സംസ്കാരത്തെയും അത് ബാധിക്കാനും സാധ്യതയുണ്ടായിരുന്നു. പ്രകൃതി വിഭവങ്ങളെയും അത് നശിപ്പിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു ജനങ്ങളെ കാര്യക്ഷമമായി പുനരധിവസിപ്പിക്കേണ്ട നടപടികൾ ഗവൺമെന്റ് കൈക്കൊള്ളണമെന്ന ആവശ്യവുമായി സാമൂഹ്യ പ്രവർത്തകർ മുന്നോട്ട് വരികയുണ്ടായി. അതിനു വേണ്ടിയിട്ട് ശക്തമായ ആവശ്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുണ്ടായി. അതിനെ തുടർന്നാണ് 1988-89 ഈ പ്രവർത്തകരെല്ലാം ചേർന്ന് നർമ്മദ ബച്ചാവോ ആന്തോളൻ രൂപീകരിക്കുന്നത്. മേധാ പട്കർ ആയിരുന്നു ഇതിന്റെ പ്രധാന നേതാവ് ഉണ്ടായിരുന്നത്. സർദാർ സരോവർ പദ്ധതിക്കെതിരെ മാത്രമായിരുന്നില്ല നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. വികസന മാതൃകയുടെ ഫലപ്രാപ്തിയെയും നിലവിലുള്ള വികസന പദ്ധതികളുടെ സ്വഭാവത്തെയും അവർ ചോദ്യം ചെയ്യുകയുണ്ടായി. ജനാധിപത്യത്തിൽ പൊതു താല്പര്യം പറയുന്നത് എന്താണെന്ന പ്രശ്നവും അവർ ഉന്നയിക്കുകയുണ്ടായി. ഇതിനകം ഇന്ത്യയിൽ പണി പൂർത്തിയായി കഴിഞ്ഞ വൻകിട വികസന പദ്ധതികളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും വിശകലനം ചെയ്യാൻ തയ്യാറാകണമെന്നുള്ളതും അവർ ആവശ്യപ്പെടുകയുണ്ടായി. ഇത്തരം വിശകലനം നടത്തുമ്പോൾ വികസന പദ്ധതികളുടെ സാമൂഹ്യ ചെലവ് കൂടി കണക്കിലെടുക്കണമെന്ന് അവർ നിർദ്ദേശിച്ചു. സാമൂഹ്യ ചെലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രവർത്തനം കൊണ്ട് ബാക്കിയുള്ള സമൂഹത്തിന് വരുന്ന നഷ്ടം എന്താണെന്നുള്ളത് കൂടി കണക്കിൽ എടുക്കണമെന്ന് ഇവർ നിർദ്ദേശിക്കുകയുണ്ടായി. ജനങ്ങളെ നിർബന്ധിതപൂർവം പുനരധിവസിപ്പിക്കുമ്പോൾ അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുകയും സാംസ്കാരിക ശോഷണം സംഭവിക്കുകയും ചെയ്യും. പാരിസ്ഥിതിക വിഭവങ്ങളുടെ ലഭ്യത ശുഷ്കിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. പാരിസ്ഥിതിക അനുകൂലനം ദുർബലമാകാനും സാധ്യതയുണ്ട്. ഇത്തരം നഷ്ടങ്ങളെല്ലാം തന്നെ ഈ ഒരു സാമൂഹ്യ ചെലവില് ഉൾപ്പെടുന്നുണ്ട്. ഈ പദ്ധതി പ്രത്യക്ഷമായോ പരോക്ഷമായോ ആരെയെല്ലാം ബാധിക്കുന്നുവോ അവരെല്ലാം നീതിപൂർവം പുനരധിവസിപ്പിക്കേണ്ടത് ജനാധിപത്യ സർക്കാരിന്റെ കടമയാണെന്നും ഇവര് ഓർമ്മിപ്പിക്കുകയുണ്ടായി. വൻകിട വികസന പദ്ധതികൾക്ക് രൂപം നൽകുമ്പോൾ അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാണെന്നും എങ്ങനെയാണെന്നും ആന്തോളൻ ഉന്നയിച്ചു. ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തദ്ദേശ ജനസമൂഹങ്ങളുടെ പങ്കാളിത്തം അനുവദിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല വെള്ളം, ഭൂമി, വനം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളുടെ മേൽ ജനങ്ങൾക്ക് ഫലപ്രദമായ നിയന്ത്രണാധികാരമുണ്ടെന്നും ഇവര് പറയുകയുണ്ടായി. ഒരു വിഭാഗക്കാരുടെ നന്മയ്ക്കായി മറ്റുള്ളവർ ത്യാഗം സഹിക്കണമെന്ന് പറയുമ്പോൾ ഭരണഘടനയ്ക്കും ജനാധിപത്യ സംസ്കാരത്തിനും എതിരാണെന്ന് ആന്തോളൻ ചൂണ്ടിക്കാണിച്ചു. പദ്ധതിക്ക് അവരുടെ പുനരധിവാസം എന്ന നിലപാടിനുപരി പദ്ധതിയെ തന്നെ എതിർക്കുന്നതിലേക്കാണ് ആന്തോളൻ എത്തിച്ചേർന്നത് എന്നുള്ളത് ഓർക്കേണ്ടതായിട്ട് ഉണ്ട്. നർമ്മദ പദ്ധതി സംബന്ധിച്ച വാദങ്ങളും പ്രതിവാദങ്ങളും ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരുപാട് പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പദ്ധതി കൊണ്ട് ഗുണം ലഭിക്കുന്ന ഗുജറാത്തിലും മറ്റ് ആന്തോളന്റെ അഭിപ്രായങ്ങൾക്ക് വേരോട്ടം ഉണ്ടായിരുന്നില്ല. ഗുജറാത്തിലുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ ഈ ഒരു 3 സംസ്ഥാനങ്ങളിലുള്ളവർക്കാണ് ഇതിന്റെ ഗുണം ഉണ്ടായത്. അവിടെ ഒന്നും ആന്തോളന്റെ ഈ വാദങ്ങളൊന്നും തന്നെ ഫലം കണ്ടില്ല. പദ്ധതിക്ക് ഇരയായവരുടെ പുനരധിവാസ കാര്യം ഗവൺമെന്റും കോടതിയും അംഗീകരിച്ചിട്ടുണ്ട്. 2003 ഇന്ത്യ ഗവൺമെന്റ് സമഗ്രമായൊരു ദേശീയ പുനരധിവാസ നിയമം പാസാക്കി. നർമ്മദ ബച്ചാവോന്റെ ആന്തോളന്റെ ഏറ്റവും വലിയ നേട്ടമായി ഇത് നമുക്ക് കാണാം. എന്നാൽ അണക്കെട്ടിന്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന അവരുടെ ആവശ്യത്തെ പലരും ശക്തിയായി എതിർക്കുകയാണ് ഉണ്ടായത്. വികസന പ്രക്രിയയ്ക്ക് തടസ്സം സൃഷ്ടിക്കലായിട്ടാണ് ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അണക്കെട്ടിന്റെ നിർമ്മാണം തുടർന്നു കൊണ്ടുപോകാനുള്ള ഗവൺമെന്റിന്റെ തീരുമാനത്തെ സുപ്രീം കോടതിയും അംഗീകരിച്ചിട്ടുണ്ട്. അതേസമയം ഈ പുനരധിവാസ പ്രവർത്തനം ശരിയായ രീതിയിൽ നടത്തണമെന്നുകൂടി സുപ്രീം കോടതി ഉത്തരവിട്ടു. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് നോക്കുകയാണെങ്കിൽ നർമ്മദ ബച്ചാവോ ആന്തോളൻ നിരന്തരം സമരം നടത്തി വരുന്നുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ അവർ ജനാധിപത്യപരമായ എല്ലാ മാർഗങ്ങളും പ്രയോഗിച്ചിട്ടുണ്ട്. കോടതികളിൽ അപ്പീൽ സമർപ്പിക്കൽ, അന്താരാഷ്ട്ര തലത്തിൽ പിന്തുണ സമ്പാദിക്കൽ, നർമ്മദ പ്രക്ഷോഭ റാലികൾ നടത്തൽ, ജനങ്ങളുടെ ഉദ്ബോധനത്തിന് സത്യാഗ്രഹങ്ങൾ നടത്തൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവര് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് വേണ്ടത്ര പിന്തുണയൊന്നും ഈ ഒരു പ്രസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗുജറാത്തിലെ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ പോലും ഇതിന് ലഭിച്ചില്ല. ഗുജറാത്തിലുള്ള ആളുകൾക്കാണ് നേട്ടം കിട്ടിയതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണയും ഈ നർമ്മദ ബച്ചാവോ ആന്തോളന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 1990കളുടെ അന്ത്യത്തോടെ നർമ്മദ ബച്ചാവോ ആന്തോളന്റെ മുദ്രാവാക്യങ്ങൾ ദേശീയ തലത്തിൽ സ്വീകരിക്കപ്പെട്ടു.
വൻകിട വികസന പദ്ധതികളെ ചോദ്യം ചെയ്യുന്ന പല പ്രാദേശിക ഗ്രൂപ്പുകളും പ്രസ്ഥാനങ്ങളും രംഗത്തേക്ക് വരികയും ചെയ്തു. പല ചെറു സമരങ്ങളുടെയും ദേശവ്യാപകമായ നേതൃത്വം മേധാ പട്കർ ഏറ്റെടുക്കുകയുമുണ്ടായി. 2007 നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഈ സർദാർ സരോവർ പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് നർമ്മദ ബച്ചാവോ ആന്തോളനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ഈ ജനകീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പഠിച്ച പാഠം എന്തായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനായി ഈ ജനകീയ പ്രസ്ഥാനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. ഈ കക്ഷിരഹിത പ്രസ്ഥാനങ്ങൾ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ചില പോരായ്മകൾ പരിഹരിക്കാനായിട്ട് രൂപം കൊണ്ടവയായിരുന്നു. ഒറ്റകക്ഷി രാഷ്ട്രീയ ഭരണത്തിനോ കൂട്ടുകക്ഷി ഭരണത്തിനോ പരിഹരിക്കാനാകാത്ത സാമ്പത്തിക പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നത്. വിവിധ ഗ്രൂപ്പുകളുടെ ആവശ്യങ്ങളും അവരുടെ പ്രാതിനിധ്യവും ഉറപ്പുവരുത്താനായി ഈ ജനകീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സജീവ പങ്കാളിത്തത്തിനുള്ള വിവിധ രൂപങ്ങൾ ജനകീയ പ്രസ്ഥാനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പങ്കാളിത്തം എന്ന ആശയത്തെ വിപുലപ്പെടുത്താനായി ഈ ജനകീയ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ജനകീയ പ്രസ്ഥാനങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ജനകീയ പ്രസ്ഥാനങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പ്രസ്ഥാനങ്ങളുടെ എല്ലാം കീഴിൽ അണിനിരന്നിട്ടുണ്ടായിരുന്നത് ദരിദ്രരും സാമൂഹികവും സാമ്പത്തികവുമായി അവശത അനുഭവിക്കുന്നവരുമായിരുന്നു. ഈ പ്രസ്ഥാനങ്ങൾ അവലംബിക്കുന്ന സമരമുറകളും അത് ആവർത്തിക്കപ്പെടുന്നതും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ ഇവർക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിച്ചിരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവര് ഈ സമരമാർഗങ്ങൾ അവലംബിച്ചിട്ടും ഉണ്ടാവുക. ആഗോളീകരണത്തെ തുടർന്നുണ്ടായ പുതിയ സാമ്പത്തിക നയങ്ങളിൽ നിന്ന് ഇത് വ്യക്തമാകുന്നുമുണ്ട്. ഈ നയങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ പൊതുവായ ഒരു സമവായം ഉണ്ടായിരുന്നു. നയങ്ങൾ നടപ്പാക്കുന്നത് മൂലം ദോഷം സംഭവിക്കുന്ന സാമൂഹിക വിഭാഗങ്ങൾക്ക് രാഷ്ട്രീയ കക്ഷികളിലുള്ള സ്വാധീനം വളരെ കുറവായിരുന്നു. മാധ്യമങ്ങളിലും ഇവയ്ക്ക് ശ്രദ്ധ ലഭിക്കാറുണ്ടായിരുന്നില്ല. അതിനാൽ ഈ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ഫലപ്രദമാക്കണമെങ്കിൽ അത് രാഷ്ട്രീയ കക്ഷികളുടെ ചട്ടക്കൂടിന് പുറത്തുള്ള ജനകീയ പ്രസ്ഥാനങ്ങളാകണം. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ കൂട്ടായ്മ മാത്രമായിരുന്നില്ല. അത് റാലികളും പ്രകടനങ്ങളിലും മാത്രമായി ഒതുങ്ങി നിൽക്കുന്നും ഉണ്ടായിരുന്നില്ല. സമാനമായ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പ്രതീക്ഷകളും മറ്റുള്ള ജനവിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇത്തരത്തിലുള്ള ജനകീയ പ്രസ്ഥാനങ്ങൾ. തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരാകുന്നതും ഇവ രൂപം കൊണ്ടതിന് ശേഷമാണ്. ജനാധിപത്യത്തെ നശിപ്പിക്കുന്നതിന് പകരം അത് പ്രകടമാക്കാനാണ് സഹായിച്ചിട്ടുള്ളത്. വിവരാവകാശ സമരം ഇത് തെളിയിക്കുന്നതാണ്. പക്ഷെ ഈ ജനകീയ പ്രസ്ഥാനങ്ങളെ എതിർത്തുകൊണ്ടും ഒരുപാട് പേര് വരികയുണ്ടായി. അവരിതിനെ എതിർത്ത് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പണിമുടക്ക്, കുത്തിയിരിപ്പ്, റാലികൾ എന്നിവ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം വരുത്തുമെന്നും അതേപോലെ വികസന പ്രക്രിയയെ മന്ദഗതിയിലാക്കുമെന്നുമായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എതിർത്തവർ 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി മാറും, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം വരും, വികസന പ്രക്രിയയെ മന്ദഗതിയിലാക്കും. അങ്ങനെ 3 കാര്യങ്ങളായിരുന്നു എതിർത്തിരുന്നവര് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതമായ തോതിലാണ് പൊതുനയങ്ങളുടെ സ്വഭാവത്തെയും സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത്. ജനാധിപത്യ രാഷ്ട്രീയം വിവിധ അവശ്യ വിഭാഗങ്ങളുടെ വിശാലമായ ഒരു കൂട്ടുകെട്ടാണ് ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നത്. ഈ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിന് കീഴില് അത്തരം ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിന് കൂടുതൽ സ്വാധീന ശക്തി ആർജിക്കണമായിരുന്നു. വ്യത്യസ്ത ചിന്തകളെ ഒന്നിച്ചു കൊണ്ടുവരുന്നതാകണം രാഷ്ട്രീയ പ്രവർത്തന ശൈലി. പക്ഷെ അവർക്ക് ആയിരുന്നില്ല, അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല. പൊതുവെ അവഗണിക്കപ്പെടുന്ന സാമൂഹ്യ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുക്കുന്നതായും കാണുന്നില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന പ്രസ്ഥാനങ്ങളാകട്ടെ വളരെ ചുരുങ്ങിയ മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ബഹുജന പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ കക്ഷികളും തമ്മിലുള്ള ബന്ധം വളരെ ദുർബലമായി വരികയാണ്. ഇത് രാഷ്ട്രീയ രംഗത്ത് ശൂന്യതകൾ സൃഷ്ടിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുണ്ടാക്കിയ പ്രതിസന്ധികൾ ചെറുതൊന്നുമല്ല. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ജനകീയ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. വിവിധ ജനകീയ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു, അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളും പറയുകയുണ്ടായി. താങ്ക് യു.